ലാലേട്ടാ, മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട് ദേഷ്യമല്ലേ? ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാർന്ന് പറഞ്ഞു. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാ. പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണ നോക്കി. എടാ, അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു. ചെല്ല്, പോയി കഴുകു. എന്നിട്ട് ആ മൂലക്ക് അങ്ങനെ പോയിരിക്കും. അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താ സംഭവിച്ചത്? ഞാൻ ഷർട്ട് ഒന്ന് കൊടുത്തിട്ടതാ. ശ്രദ്ധിക്കണ്ടേ? എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞാല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയാ ബാബോട്ട് അടിച്ചേ? ആ ചെറുക്കെന്ന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. അങ്ങനെയാണ്. അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. യുവമാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം തന്നെ ചൂട്. വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങള് പോവാ സാറേ. പോലെ നീ ഒരു കാര്യം ചെയ്. ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയില്ല, അത് തന്നെ വലിയ സന്തോഷം. ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഇവന് ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ, നീര് മാറുമ്പോ ഒന്നുകൂടി ഇടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ. നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം. ശരി സാർ. കഷ്ടം.